ഹായ് ഫ്രണ്ട്സ്, ഇതെന്താണെന്നറിയോ? ഇതാണ് ഉണ്ണികൾക്കൊക്കെ ഗിഫ്റ്റ് കൊണ്ടുവരില്ലേ, ഉടുപ്പ്. ആ ഉടുപ്പ് കൊണ്ടുവരുന്ന ബോക്സാണ് ഇത്. മിക്കവരും ഇത് കളയന്നെ ചെയ്യുക, അത് യൂസ് ആക്കാറൊന്നുമില്ല. എന്നുവെച്ചാൽ ഇത് കളയണ്ട. ഇതൊരു സൂത്രമുണ്ട്, നമുക്കത് പഠിക്കാം. ഞാനത് പറഞ്ഞുതരാം. നിങ്ങൾ ഉണ്ണികളുള്ള വീട്ടിലൊക്കെ ചെന്ന് ചോദിച്ചാൽ എന്തായാലും കിട്ടും. ഇതുപോലെ ഇത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തിട്ട് ഈ വൈറ്റ് പോർഷൻ ഉണ്ടല്ലോ, അത് മാറ്റി വെക്കണം. കാരണം ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും ചിത്രം വരയ്ക്കാനോ അഥവാ എന്തെങ്കിലും കളർ ചെയ്യാനോ ഒക്കെ എടുക്കാം. കാരണം ഈ ഒരു പോർഷൻ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇപ്പോൾ ഈ കട്ട് ചെയ്യുന്നില്ലേ, ഇത് നിങ്ങൾ കട്ട് ചെയ്യരുത് കേട്ടോ. ഞാൻ ഇത് കട്ട് ചെയ്ത് പോയി. അപ്പോൾ എനിക്കിനി ഇത് ഒട്ടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പെർഫെക്ഷൻ പോകും. അതുകൊണ്ട് ഞാനത് പിന്നെ ഒട്ടിക്കാൻ നിന്നില്ല. ഇത് ഈ ഒരു പോർഷൻ നല്ല രീതിയിൽ ആ സൈഡൊക്കെ കട്ട് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിത്രം വരയ്ക്കാം ഇതിൽ. എന്നിട്ട് ഇതുപോലെ ഞാൻ പറയണ പോലെ അതിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. ഈ ഒരു പോർഷൻ ക്ലോസ് കാരണം ഇത് പുറത്തേക്ക് പോവില്ല, ഇത് അവിടെ സ്റ്റക്കായിരിക്കും. ഈ ഒരു വശത്തേക്ക് ഇത് കട്ട് ചെയ്ത് ഇതിൻ്റെ മുകളിൽ നിൽക്കുന്ന വശമില്ലേ, അത് നമ്മൾ ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റണ പോലെ കട്ട് ചെയ്ത് കൊടുക്കുക. കാരണം അത് കയറണമെങ്കിൽ, അതിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ ആ ഒരു പോർഷൻ കട്ട് ചെയ്യണം. പിന്നെ പുറത്തേക്ക് നിൽക്കുന്നുണ്ടായിരുന്ന ആ ഒരു പോർഷൻ ഞാൻ കട്ട് ചെയ്തില്ലേ, കട്ട് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടായില്ലേ, ഞാൻ അത് വെച്ച് ക്ലോസ് ചെയ്യുക പശ വെച്ചിട്ട്. ആ ഒരു അരികിനോട് ചേർത്ത് ക്ലോസ് ചെയ്യുക പശ ഒട്ടിച്ചിട്ട്. ഇതുപോലെ ഇൻസേർട്ട് ചെയ്ത് വെക്കാം. അതിനുശേഷം അത് ക്ലോസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ലോക്കായിരിക്കും. ഇത് കണ്ടില്ലേ, ഇത് ഫ്രെയിം പോലെ ആയില്ലേ. അതാ ഞാൻ പറഞ്ഞത്. ഇനി ഈ ഫ്രെയിം ഉണ്ടല്ലോ, ഈ ഒരു 4 വശവും കളർ ചെയ്യണമെങ്കിൽ കളർ ചെയ്യാം. പിന്നെ എൻ്റെ മുഖത്ത് കുറച്ച് രക്തചന്ദനം തേച്ചതായിട്ടാ, മുഖം മൊത്തം ടാനായിട്ടേ. പിന്നെ ഇതിങ്ങനെ സ്ലൈഡ് ചെയ്ത് കയറ്റിയതിന് ശേഷം നമുക്ക് ക്ലോസ് ചെയ്യാം. എൻ്റെ കയ്യിൽ കുറച്ച് മിററുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ മിററുകളാണ് ഞാൻ ഒട്ടിച്ചു കൊടുത്തത്. എൻ്റെ കയ്യിൽ ഇതുള്ളതുകൊണ്ടാണ് ഞാൻ ഇതുകൊണ്ട് ചെയ്തത്. നിങ്ങളുടെ കയ്യിൽ എന്താ ഐഡിയ എന്ന് വെച്ചാൽ നിങ്ങൾക്കത് ചെയ്യാം. ചിത്രം വരയ്ക്കണമെങ്കിൽ ചിത്രം വരയ്ക്കാം, അല്ലെങ്കിൽ കളർ കൊടുക്കണമെങ്കിൽ കളർ കൊടുക്കാം. ഔട്ട്ലുക്ക് ഇങ്ങനെയായിരുന്നു. പിന്നെ അതിനുശേഷം എൻ്റെ കയ്യിൽ ഒരു കഥകളിയുടെ ഫോട്ടോ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആ ഫോട്ടോ ഇതിൽ ഇൻസേർട്ട് ചെയ്ത് വെച്ചു. ഞാനിപ്പോൾ ഇതെൻ്റെ ഷോക്കേസിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. നിങ്ങളും ചെയ്തു നോക്കാം, എന്തായാലും ചെയ്തു നോക്കാം. ഇങ്ങനെ പല രീതിയിലുള്ള ടെക്നിക്കുകൾ നമുക്ക് ഇങ്ങനെ പാഴ്വസ്തുക്കൾ കൊണ്ട് ഉണ്ടാക്കാം. ഇത് കളയാൻ നിൽക്കരുത്. പിന്നെ ഇങ്ങനത്തെ നല്ല നല്ല വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഞാൻ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.